ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ബാക്കിയുള്ള ആ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയോടുകൂടി ഇന്ന് എക്കണോമിക്സിലെ ചാപ്റ്റേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളെക്കുറിച്ച് പറയാം. വാണിജ്യ ബാങ്കുകളുടെ മെയിനായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. അപ്പം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ട് ആ തുകയ്ക്ക്, നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് പലിശ നൽകുന്നു. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ മെയിനായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കലാണ്. അപ്പോൾ ആ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് പലിശ നൽകുന്നു. അപ്പോൾ നിക്ഷേപങ്ങൾ പലതരത്തിലുണ്ട്. പ്രധാനമായും 4 തരത്തിലാണ് നിക്ഷേപങ്ങളുള്ളത്. സമ്പാദ്യ നിക്ഷേപം, അതായത് സേവിങ്സ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അഥവാ കറൻറ്റ് ഡിപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം, റെക്കറിംഗ് ഡിപ്പോസിറ്റ്. അപ്പോൾ അതിലാദ്യം സമ്പാദ്യ നിക്ഷേപത്തെക്കുറിച്ച് പറയാം. സമ്പാദ്യ നിക്ഷേപം സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം. ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശ മാത്രമേ നൽകുന്നുള്ളൂ. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പണം പിൻവലിക്കാൻ അവസരമുണ്ട്. പാസ്ബുക്കിൽ നിക്ഷേപ തുകയുടെയും പിൻവലിച്ച തുകയുടെയും വിശദാംശങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ സമ്പാദ്യ നിക്ഷേപം, അതായത് സേവിങ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കുന്ന, നമുക്ക് പൈസ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത്. പക്ഷേ ഈ നിക്ഷേപത്തിനെന്ന് വെച്ചാൽ ബാങ്കുകൾ കുറഞ്ഞ പലിശ മാത്രമേ നൽകുകയുള്ളൂ. അപ്പോൾ പണം പിൻവലിക്കുന്ന സമയത്ത് ധാരാളം നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കും. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പണം പിൻവലിക്കാൻ അവസരമുണ്ട്. പിന്നെ പാസ്ബുക്കിൽ നിക്ഷേപ തുകയും പിൻവലിച്ച തുകയൊക്കെ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത് വരുന്നത് പ്രചലിത നിക്ഷേപം. പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരം നിക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപം. വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരം നിക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇത്തരം നിക്ഷേപത്തിന് പലിശ ലഭിക്കുകയില്ല. ഓവർ ഡ്രാഫ്റ്റ് സംവിധാനം ഈ നിക്ഷേപത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് പറയുന്നത് സ്ഥിര നിക്ഷേപം എന്നാൽ എന്താണ്? സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ. അതായത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഓപ്ഷനാണ് സ്ഥിര നിക്ഷേപം. അപ്പോൾ ഇതിൽ കാലാവധിയെ അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. ഇത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ പണം ബാങ്കിൽ നിക്ഷേപിക്കുക. നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ നിശ്ചയിച്ച നിരക്കിൽ പലിശ ലഭിക്കുന്നു. അപ്പോൾ ആ ഒരു കാലാവധി എത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു തുക പിൻവലിക്കുന്നതെങ്കിൽ നിശ്ചിത ആ ഒരു പലിശ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനേക്കാൾ താരതമ്യേന പലിശ കൂടുതൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന് കാലാവധിക്ക് മുമ്പേ പണം പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും. ആവർത്തിത നിക്ഷേപം, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ഇത്. അതായത് ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്ന നിക്ഷേപമാണ് ആവർത്തിത നിക്ഷേപം. സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ ഇതിൽ കൂടുതൽ പലിശ കിട്ടും. എന്നാൽ സ്ഥിര നിക്ഷേപത്തെക്കാൾ കുറഞ്ഞ പലിശ മാത്രമേ ലഭിക്കൂ. കാലാവധി തീരും മുമ്പ് പിൻവലിച്ചാൽ പലിശ കുറയും. അപ്പോൾ ഇതിൽ സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം,
ആവർത്തിത നിക്ഷേപവും കൂടി കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നത് സ്ഥിര നിക്ഷേപത്തിനായിരിക്കും, ഫിക്സഡ് ഡെപ്പോസിറ്റിനായിരിക്കും. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന് നിശ്ചയിച്ച നിരക്കിൽ പലിശ ലഭിക്കണമെങ്കിൽ ആ ഒരു കാലാവധി എത്തിയാൽ മാത്രമേ തുക പിൻവലിക്കാവൂ. അപ്പോൾ അതിന് മുന്നേ പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും. ഈ ആവർത്തിത നിക്ഷേപം എന്ന് വെച്ചാൽ ഒരു നിശ്ചിത തുക വീതവും കുറഞ്ഞ കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. അപ്പോൾ ഈ ആവർത്തിത നിക്ഷേപത്തിന് സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടുതൽ പലിശ കിട്ടും. എന്നാൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ കുറഞ്ഞ പലിശ മാത്രമേ ലഭിക്കൂ. കാലാവധി തീരുന്നതിന് മുമ്പ് പിൻവലിച്ചാൽ പലിശ കുറയുകയും ചെയ്യും. അപ്പോൾ വാണിജ്യ ബാങ്കിൻ്റെ ഒരു ധർമ്മം നമ്മൾ പറഞ്ഞു, നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ. ഇനി വായ്പകൾ നൽകലും വാണിജ്യ ബാങ്കിൻ്റെ ധർമ്മം തന്നെയാണ്. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്നുള്ള നിക്ഷേപം വായ്പയായി നൽകുന്നു. നിക്ഷേപത്തിനുള്ള പലിശ വായ്പയ്ക്കുള്ള പലിശയേക്കാളും കുറവായിരിക്കും. വായ്പ നൽകുന്നത് ഈട് സ്വീകരിച്ചുകൊണ്ടാണ്. ഈടുകൾ എന്ന് പറയുന്നത്, ഈ വായ്പ നൽകുന്നത് ഈട് സ്വീകരിച്ചുകൊണ്ടാണ്. ഏതൊക്കെ ഈടുകൾ? ഭൗതിക ആസ്തികൾ, സ്വർണം, വസ്തുവിൻ്റെ ആധാരം മുതലായവ. പിന്നെ സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ്, പിന്നെ ശമ്പള പത്രം, അതൊക്കെ സ്വീകരിച്ചിട്ടും വായ്പ നൽകാറുണ്ട്. വായ്പകൾ നൽകൽ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്നുള്ള നിക്ഷേപം തന്നെയാണ് അവരെ വായ്പയായിട്ട് നൽകുന്നത്. ഈ നിക്ഷേപത്തിനുള്ള പലിശ എന്ന് വെച്ചാൽ വായ്പയ്ക്കുള്ള പലിശേനേക്കാളും കുറവായിരിക്കും. അപ്പോൾ വായ്പ എടുത്താലാണ് നമുക്ക് പലിശ കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത പൈസക്ക് അതിനേക്കാളും കുറവ് പലിശയെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വായ്പ നൽകുന്ന സമയത്ത് അവർ ഈട് സ്വീകരിക്കും. ഈടെന്ന് വെച്ചാൽ ഭൗതിക സ്വർണം, വസ്തുവിൻ്റെ ആധാരം മുതലായവ. പിന്നെ സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, പിന്നെ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ ശമ്പള പത്രം എന്നിവ സ്വീകരിച്ചും വായ്പ നൽകുന്നതായിരിക്കും. ഇനി വരുന്നത് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണിത്. ബാങ്കുമായി തുടർച്ചയായി ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ബാങ്ക് ഈ സൗകര്യം നൽകുക. സാധാരണയായി പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ അവസരം നൽകുക. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുമായി തുടർച്ചയായി ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്ക് അവരെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയേക്കാൾ കൂടുതൽ പൈസ വിത്ഡ്രോ ചെയ്യാനുള്ള, പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞത്. സാധാരണയായി പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ അവസരം നൽകുക. ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടിയുള്ള സംവിധാനം. അടുത്ത പറയുന്നത് മെയിൽ ട്രാൻസ്ഫർ. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ. അടുത്തത് വരുന്നത് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. അതായത് മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. അപ്പോൾ ATM എന്ന് പറഞ്ഞാൽ ATMൻ്റെ ഫുൾ ഫോം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. പ്ലാസ്റ്റിക് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണമിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന കാർഡുകളെ പ്ലാസ്റ്റിക് മണി എന്ന് വിളിക്കുന്നു. പണമിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന കാർഡുകളെ പ്ലാസ്റ്റിക് മണി എന്ന് വിളിക്കുന്നു. ATM ഡെബിറ്റ് കാർഡ്. ATM ഡെബിറ്റ് കാർഡിൽ എന്തൊക്കെ ഉണ്ടാവും? കാർഡ് നമ്പർ ഉണ്ടാവും, ബാങ്കിൻ്റെ പേരുണ്ടാവും, ബാങ്കിൻ്റെ എംബ്ലം ഉണ്ടാവും.
അടുത്ത വരുന്ന ടോപ്പിക്ക് ബാങ്കിങ് രംഗത്തെ ആധുനിക പ്രവണതകൾ. ബാങ്കിങ് രംഗത്ത് വരുന്ന ആധുനിക പ്രവണതകൾ ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ഇ ബാങ്കിങ്. ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി സേവനം ഏത് ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമായി. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. അതായത് ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യമൊക്കെ ലഭ്യമാക്കുക വഴി സേവനങ്ങളും ഏത് ബാങ്ക് വഴി ലഭിക്കുന്നത് എളുപ്പമായി. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. അടുത്ത് വരുന്ന ടേം കോർ ബാങ്കിങ്. കോർ ബാങ്കിങ് എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. കോർ ബാങ്കിങ് എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്നതിന് ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്ക്. അതായത് എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്നതിനായി ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിങ്. ഇതുവഴി ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ വന്നു. ഇതോടെ ബാങ്കിങ് ഇടപാടുകൾ ലളിതമായി. ഈ സൗകര്യം ഉപയോഗിച്ച് ഒരു സ്ഥലത്തുള്ള വ്യക്തിക്ക് തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മറ്റൊരു സ്ഥലത്തുള്ള തൻ്റെ സുഹൃത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കാൻ കഴിയും. ആദ്യം നമ്മൾ വാണിജ്യ ബാങ്കിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ്. എന്താണ് സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ്. അപ്പോൾ സാധാരണക്കാർക്ക്, ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശങ്ങൾ, സഹകരണ ബാങ്കുകളുടെ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ഏതൊക്കെയാണ് സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ? ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. അപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്ക്, അതിൻ്റെ തൊട്ട് താഴെയാണ് ജില്ലാ സഹകരണ ബാങ്ക്, അതിൻ്റെ താഴെയാണ് പ്രാഥമിക സഹകരണ ബാങ്ക് വരിക. അപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നത് സംസ്ഥാന സഹകരണ ബാങ്കാണ്. ജില്ലാ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. പ്രാഥമിക സഹകരണ ബാങ്ക് ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി കുറവായിരിക്കും. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. അടുത്ത് വരുന്നത് വികസന ബാങ്കുകൾ. വികസന ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. ഇപ്പോൾ കാർഷിക രംഗമെന്നും വാണിജ്യ രംഗത്തും ഈ ബാങ്കുകൾ വായ്പ നൽകുന്നുണ്ട്. എന്താണ്? വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. ഇപ്പോൾ കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും ഈ ബാങ്കുകൾ വായ്പ നൽകുന്നുണ്ട്.
ഇതിൻ്റെ ലക്ഷ്യങ്ങൾ വിവിധ മേഖലകളുടെ, അതായത് കൃഷി, വ്യവസായം, വാണിജ്യം എന്നീ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഏജൻ്റായി പ്രവർത്തിക്കുന്നു. വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് വായ്പ നൽകുന്നു. ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI. ഇനി അടുത്ത് വരുന്നത് സവിശേഷ ബാങ്കുകൾ. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിനു മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണിവ. അതായത് സവിശേഷ ബാങ്കുകൾ എന്ന് വെച്ചാൽ അതിൻ്റെ പേര് പോലെ തന്നെ ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. അപ്പോൾ ഒന്നാമത്തെ ബാങ്ക് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം, EXIM, എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിൻ്റെ അകത്ത് സവിശേഷ ബാങ്കുകളിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്തത് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, അതായത് സിഡ്ബി. സിഡ്ബി എന്ന് വെച്ചാൽ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, സിഡ്ബി, SIDBI. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ലക്ഷ്യം. അടുത്തത് നബാർഡ്. നബാർഡ് NABARD, നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ലക്ഷ്യം ഗ്രാമീണ വികസനത്തിന് കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. ഇനി നബാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാരതീയ മഹിളാ ബാങ്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ മഹിളാ ബാങ്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നത് 2013 നവംബർ 19 2013 നവംബർ 19. അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം. ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നത് 2013 നവംബർ 19. അതിൻ്റെ മുദ്രാവാക്യം വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നാണ്. ഇപ്പോൾ 2017 ഏപ്രിൽ 1 SBIയിൽ ലയിപ്പിച്ചു. അടുത്ത് വരുന്ന വേറൊരു ടൈപ്പ് ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടവയാണ് പേയ്മെൻറ്റ് ബാങ്ക്. ഇവ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായും നൽകുന്നില്ല. അതായത് പേയ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു ബാങ്കാണ്, പക്ഷേ ബാങ്കിൻ്റെ എല്ലാ സേവനങ്ങളും പൂർണ്ണമായും നൽകുന്നില്ല. കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടവയാണ് പേയ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുകയുള്ളൂ. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. അപ്പോൾ 1 ലക്ഷം, ഈ പേയ്മെൻറ്റ് ബാങ്ക് 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുകയുള്ളൂ. ഈ നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് അവലംബിച്ചിട്ടുള്ള ആ ഒരു പലിശ തന്നെ നൽകുന്നതായിരിക്കും. പക്ഷേ ഇവ വായ്പ നൽകുന്നില്ല. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ബാങ്ക് വായ്പ നൽകുന്നില്ല. ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായി ഈടാക്കും. ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല.
ഇപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക് എന്ന് വെച്ചാൽ ബാങ്ക് തന്നെയാണ്, പക്ഷേ ബാങ്കിൻ്റെ എല്ലാ സേവനങ്ങളും അത് ഉറപ്പാക്കുന്നില്ല. അപ്പോൾ 1,00,000 രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ മാത്രമേ അവ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ പലിശ സാധാരണ പോലെ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകും, പക്ഷേ ഇവ വായ്പ നൽകുന്നില്ല. ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത കമ്മീഷൻ ഈടാക്കും. ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. പിന്നെ വേറൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക്. ഇത് ഇപ്പോൾ കഴിഞ്ഞ LDSക്ക് ചോദിച്ച ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനാണ്. LDSക്ക് ചോദിച്ചതാണ് ഈ മുദ്രാ ബാങ്കിനെ കുറിച്ച്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. അതാണ് മുദ്ര എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. അപ്പോൾ മുദ്രാ ബാങ്ക് എന്ന് വെച്ചാൽ ചെറുകിട വായ്പ നൽകുന്നതിനായി അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക്. ചെറുകിട വായ്പ നൽകാനായി അടുത്ത കാലത്ത് അനുവദിച്ച ബാങ്കാണ് മുദ്രാ ബാങ്ക്. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഈ ചെറുകിട സംരംഭങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ മുദ്രാ ബാങ്ക് ആയിരുന്നു. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇനി അടുത്ത പറയുന്നത്, ഇത്രയും പറഞ്ഞത് ബാങ്കിങ് സ്ഥാപനങ്ങളാണ്. ഇനി അടുത്തത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാത്തതുമായ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ ബാങ്ക് എന്ന് വെച്ചാൽ ധനകാര്യ രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കുന്നില്ല. അപ്പം ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, വായ്പകൾ നൽകുന്നു, പക്ഷേ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കലോ മെയിൽ ട്രാൻസ്ഫറോ ലോക്കറോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നിക്ഷേപങ്ങൾ സ്വീകരിക്കും, വായ്പകൾ നൽകും, പക്ഷേ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കലോ മെയിൽ ട്രാൻസ്ഫർ, ലോക്കർ എന്നീ സംവിധാനങ്ങളോ ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. ഈ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ RBIയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഇപ്പോൾ സേവനങ്ങൾ, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നു, വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നു, സ്വർണ്ണ പണയത്തിന്മേൽ വായ്പ നൽകുന്നു, സ്ഥിര നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു, ചിട്ടികൾ നടത്തുന്നു. അപ്പോൾ ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിളാണ് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, KSFE. ഇനി വരുന്നത് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപ മാർഗമാണ്. സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ പരിമിതി മറികടക്കാൻ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയും. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുന്നു. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, LIC-MF, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് എന്നിവ. UTIയും LIC-MFും SBI മ്യൂച്വൽ ഫണ്ടും മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. അടുത്തത് വരുന്നത് ഇൻഷുറൻസ് കമ്പനികൾ. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. ഇനി നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ.
അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടം ജനറൽ ഇൻഷുറൻസ് കമ്പനിയും 4 അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ. അതായത് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് സാമ്പത്തിക സംരക്ഷണം നൽകുന്ന ഒരു കമ്പനിയാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ. ഇത് ജനറൽ ഇൻഷുറൻസ് കമ്പനിയും 4 അനുബന്ധ കമ്പനികളുമാണ്. ഇത് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഷുർ ചെയ്യാൻ പറ്റും? ഇൻഷുറൻസ് കമ്പനികളിൽ എന്തൊക്കെ ഇൻഷുർ ചെയ്യാൻ പറ്റും? വ്യക്തിയുടെ ജീവൻ, സ്വത്തുക്കൾ, വാഹനങ്ങൾ, സ്ഥാപനങ്ങളിലെ വസ്തുവകകൾ, കാർഷിക വിളകൾ, കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, താൽക്കാലിക സംരംഭങ്ങൾ, സർക്കസ്, വിപണന മേള. അതായത് ഇൻഷുർ ചെയ്യാവുന്ന നമുക്ക് എന്തൊക്കെ ഇൻഷുർ ചെയ്യാം? വ്യക്തിയുടെ ജീവൻ, സ്വത്തുക്കൾ, വാഹനങ്ങൾ, സ്ഥാപനങ്ങളിലെ വസ്തുവകകൾ, കാർഷിക വിളകൾ, കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, താൽക്കാലിക സംരംഭങ്ങൾ, സർക്കാർ, വിപണന മേള. അടുത്ത് വരുന്നത് മൈക്രോ ഫിനാൻസ്. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. എന്നാണ് സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും മൈക്രോ ഫിനാൻസ് സഹായിക്കുന്നു. എക്സാമ്പിൾസ് കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ. മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യങ്ങൾ വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു, പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു, സമ്പാദ്യശീലം വളർത്തുന്നു, വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു, അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു, ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഇത്രയൊക്കെയാണ് മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ SCERT ചാപ്റ്റേഴ്സ് ഈ ഒരു സീരീസിലെ എക്കണോമിക്സ് പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് LGSനും ബാങ്ക് OAക്കും ബാക്കി എക്സാമിനൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ LDCക്ക് പഠിക്കുകയാണെങ്കിലും ഈ ഒരു ചാപ്റ്റേഴ്സ് മൊത്തം എന്തായാലും പഠിക്കണം. ഇതിൻ്റെ കൂടെ 2-3 ചാപ്റ്റേഴ്സും കൂടി എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എന്തായാലും പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇനി അടുത്ത വേറൊരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുമായിട്ടായിരിക്കും അതിൻ്റെ SCERT ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനായിരിക്കും നമ്മളിനി വീണ്ടും വീഡിയോ ചെയ്യുന്നുണ്ടാവും. ആ വീഡിയോസ് ലഭിക്കാനായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോക്ക് കാത്തിരിക്കുക. താങ്ക് യു.